إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരമകാരുണ്യകനും പ്രപഞ്ചനിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചും അവന്റെ കൽപ്പനകൾ സ്വീകരിച്ചും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ മുറുകെ പിടിച്ചും ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ് വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അറബ് മാസത്തിലെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചർച്ചയാകുന്ന ഒരു മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമുക്കറിയാം, നാടും നഗരവും വീടും ആരാധനാലയങ്ങളും മദ്രസകളുമെല്ലാം പലപ്പോഴായി അലങ്കാരത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി തീരുന്ന അജ്ഞതയുടെ കാരണത്താൽ അങ്ങനെയാകുന്ന ഒരു മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിൽ ഞാൻ ഓതിവെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് 59-ാമത്തെ വചനത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, മുഅ്മിനുകളെ വിളിച്ചിട്ടല്ല പറയാണ്, അത്തിയുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, വ അത്തിയുർ റസൂൽ, നിങ്ങൾ നിങ്ങളുടെ റസൂലിനെയും അനുസരിക്കുക, വ ഉലുൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. എന്നിട്ട് പറഞ്ഞു, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, വല്ല കാര്യത്തിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഭിന്നാഭിപ്രായമുണ്ടായാൽ, ഫറുദ്ദൂഹു, നിങ്ങൾ തിരിയുക, ഇലല്ലാഹി വറസൂൽ. ആദ്യം അനുസരിക്കാൻ 3 വിഭാഗത്തെ പറഞ്ഞു, അല്ലാഹുവിനെ, റസൂലിനെ, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ. വല്ല വിഷയത്തിലും നിങ്ങൾക്ക് ഭിന്നാഭിപ്രായമുണ്ടായാൽ നിങ്ങൾ മടങ്ങേണ്ടത് ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ നിങ്ങളുടെ തിരിഞ്ഞുനോട്ടം, നിങ്ങളുടെ അന്വേഷണം അള്ളാഹുവിലേക്കും റസൂലിലേക്കും ആക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ.
എന്നിട്ട് അല്ലാഹു പറയാണ് ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹു വിശ്വസിക്കുന്നവരും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരുമാണെങ്കിൽ ദാലിക ഖൈറുൻ, നിങ്ങൾക്ക് അതാണ് നല്ലത് എന്ന് പരിശുദ്ധ ഖുർആൻ. വഅഹ്സനു തഅ്വീല, അതാണ് ഏറ്റവും നല്ല പര്യവസാനവും. ഏതൊരു വിഷയത്തിൽ അഭിപ്രായാന്തരമുണ്ടെങ്കിലും നമ്മളൊക്കെ തിരിഞ്ഞു നോക്കേണ്ടത്, യു ടേൺ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അള്ളാഹ് അതിലെന്ത് പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ എന്താണ് അതിനെപ്പറ്റി പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെപ്പറ്റി പറഞ്ഞത് എന്താണ്, പ്രവാചകൻ പറഞ്ഞത് എന്തൊക്കെയുണ്ടോ അതൊക്കെയും നമുക്ക് പറഞ്ഞു തന്നവർ പറഞ്ഞതെന്താണ്, അവർ പുലർത്തി വന്നതെന്താണ്, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃകയാക്കിയ സഹാബത്താവട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നിമാരാവട്ടെ, പുത്രിമാരാവട്ടെ, ആരാവട്ടെ, അവരൊക്കെയും ആ വിഷയത്തിലെടുത്ത നിലപാടെന്താണ്, അത് നമുക്ക് പകർത്തു നൽകിയ പണ്ഡിതന്മാർ തന്നതെന്താണ്, അത് നമുക്ക് പറഞ്ഞു തന്ന മദ്ഹബിന്റെ ഇമാമുകൾ ചെയ്തതെന്താണ്, അത് നമുക്ക് പകർത്തി തന്ന ഹദീസുകൾ പറയുന്നത് എന്താണ്. ഇങ്ങനെ ആണ് ദീനിൽ ഒരു വിഷയത്തെ സംശയാസ്പദമായ രൂപത്തിൽ ചർച്ചയായി കഴിഞ്ഞാൽ ഒരു മുസ്ലിം ചെയ്യേണ്ടത് അതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും നമ്മൾ മടങ്ങിയപ്പോൾ പ്രയാസമുണ്ടായതായി നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലും നമുക്ക് അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ ആലോചിക്കുക. ഈ ഒരു ഇന്നത്തെ ഒരു നബിദിനം അല്ലെങ്കിൽ റബീഉൽ അവ്വലിന്റെ വിഷയമല്ല, അല്ലാത്തൊരു വിഷയത്തിൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങിയതിന്റെ പേരിൽ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? കൊറോണ വന്ന സമയത്ത്, പ്രളയങ്ങൾ വന്ന സമയത്ത്, അതിദാരുണമായി എന്താ പറയാ മനുഷ്യ മയ്യത്തുകൾ ഒലിച്ച് നഷ്ടപ്പെട്ട സമയത്ത്, അതിന്റെ കഷ്ണങ്ങൾ കിട്ടിയ സമയത്തൊക്കെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ, സംസാരിച്ചപ്പോൾ, ചർച്ചയാക്കിയപ്പോൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങിയപ്പോൾ നമുക്ക് കൃത്യമായ ഉത്തരം നമ്മൾ കണ്ടു. അതിന്റെ പേരിൽ നമ്മൾ നിർവഹിച്ച ഒരു ദൗത്യവും വെറുതെ ആയിട്ടില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ നോക്കുമ്പോൾ ഏതൊരു സംശയവും നമ്മൾ കൊണ്ടുപോകേണ്ടത് അങ്ങോട്ട്. അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നബിയേ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ അനുസരിക്കും എന്ന് റസൂലുള്ളാഹിനോട് പറയാൻ പറഞ്ഞു. റസൂലുള്ളാഹിനെ അനുസരിക്കും നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. എങ്കിൽ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, റസൂൽ പറയാണ് എന്നെ അനുസരിച്ചാൽ നിങ്ങൾ അല്ലാഹു സ്നേഹിക്കും. ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അതിന്റെ കൂടെ പറഞ്ഞു വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരികയും ചെയ്യും, ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ കാരുണ്യവാനാണ്, പുറത്തു തരുന്നവനാണ്. അള്ളാഹനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിനെ നമ്മൾ അനുസരിക്കുക. എങ്കിൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കുകയും ചെയ്യും, നമ്മളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. പാപങ്ങളുടെ കാര്യം എല്ലാവരും ഓർക്കുന്നില്ലേ? ആരും അറിയാത്ത എത്ര പാപങ്ങളുണ്ട്, അതൊക്കെ അള്ളാഹു പുറത്തു തരും. എങ്ങനെ? നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ അനുസരിക്കാത്തവർ പ്രിയപ്പെട്ടവരെ നബിയോട് ധിക്കാരം പ്രവർത്തിച്ചവരാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, എന്റെ സമുദായത്തിൽ എന്നോട് വിമുഖത അല്ലാത്ത എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൻ അബാ, അല്ലാഹുവിന്റെ ദൂതരെ വിമുഖത ആരാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ ആസാനി ഫഖദ് അബാ. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആർ എന്നെ അനുസരിച്ചുവോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു, ആർ എന്നെ ധിക്കരിച്ചുവോ അവൻ വിമുഖത കാണിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പ്രവാചകനെ ധിക്കരിക്കൽ അല്ലാഹുവിനോടുള്ള ധിക്കാരമാകുന്നു. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ പറയാണ്, മൻ അതാഅനി ഫഖദ് അതാ അല്ലാഹ് വമൻ ആസാനി ഫഖദ് അസല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നെ അനുസരിച്ചവൻ അല്ലാഹുവിനെ അനുസരിച്ചു, എന്നെ ധിക്കരിച്ചവൻ അല്ലാഹുവിനെ ധിക്കരിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, മൻ നഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ പറയാണ്, നമ്മുടെ ഈ കൽപ്പനയിൽ ഇല്ലാത്തത് മതത്തിൽ ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ
അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദീനിൽ എന്തൊന്ന് നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോഴും ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചുകൊണ്ടുള്ള ഇത്തിബാദിലുണ്ടായിരിക്കൽ നിർബന്ധമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ അങ്ങനെ ചേർത്ത് പിടിച്ചവരായിരുന്നു സഹാബാക്കൾ. നമ്മളൊക്കെ ചില കർമ്മങ്ങൾ അനുസരിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ചില ധർമ്മങ്ങൾ അനുസരിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. എന്തൊക്കെ നമ്മൾ വിട്ടുപോകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ നമ്മൾ ചെയ്യാത്തതുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ചെയ്യാത്തതൊന്നുമില്ലാത്തവർ ഉണ്ടായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളിൽ. അള്ളാഹുവിന്റെ റസൂൽ എന്തൊന്ന് പഠിപ്പിച്ചുവോ അതിലൊരു വിമുഖതയുമില്ലാതെ. ഉദാഹരണം പറയാം, വുളൂ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കാലുകൾ വൃത്തിയാക്കുന്ന സമയത്ത് കാൽവിരലുകൾക്കിടയിലൂടെ നിങ്ങളുടെ കൈവിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് വൃത്തിയാക്കാൻ. സഹാബാക്കൾ എല്ലാവരും അങ്ങനെയായിരുന്നു വുളൂ ചെയ്തത്. ഒന്നാമത്തെ സഫ് മുതൽ നിങ്ങൾ മുഴുവൻ ഫ്ലോറിലുള്ളവർ ചിന്തിക്കും, ഇന്ന് വുളൂ ചെയ്യുമ്പോൾ കാൽവിരലുകൾ ഉള്ളിലൂടെ കൈവിരലുകൾ കടത്തിയിട്ട് എത്ര പേര് വുളൂ എടുത്തു? കുറെ ന്യായങ്ങളുണ്ടാവും. ചിലർ ഞാൻ കുളിക്കുമ്പോൾ റെഡിയാക്കിയതാണ്, ഞാൻ വെള്ളം ഇങ്ങനെ കാട്ടിയിട്ടുള്ളൂ. ചിലർ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഉസ്താദെ. ചിലർ പറഞ്ഞ വേഗത്തിൽ വുളൂ ചെയ്തതാണ്. ചിലർ പറഞ്ഞ ഞങ്ങൾ തടവിയതായിരുന്നു. എന്തൊക്കെ ഓതറുണ്ടെങ്കിലും ഇതുപോലെ എന്തൊക്കെ ഉണ്ട് നമ്മളെ സൗകര്യത്തിൽ ഇങ്ങനെ മാറ്റി നിർത്തിയത് എന്തൊക്കെ ഉണ്ടാവും? അതിന് കുറ്റം കിട്ടുമെന്നൊക്കെ ആളുകൾ ചോദിക്കും. ഞാൻ പറയുന്നത്, റസൂലുള്ളാഹിനെ അങ്ങനെ അനുസരിച്ചവർ, പ്രവാചകനെ സ്നേഹിച്ചവർ, അറിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടരുത്, യുദ്ധത്തിൽ ഒരു പരിക്കും പറ്റരുത് എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പരിച പോലെ നിന്ന തൽഹ എന്നൊരു സഹാബി ഉണ്ടായിരുന്നു. പ്രവാചകന്റെ നേർക്ക് വന്ന അമ്പുകളും വാൾത്തലപ്പിന്റെ തുമ്പുകളുമായിട്ട് 70ഓളം അപകടങ്ങളെ സ്വന്തം ശരീരത്തിലേക്ക് കൊണ്ടുവന്ന തൽഹ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറ്റി പറയുന്നത് എന്താണെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സറഹു അൻ യൻദുറ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർദ് ഫൽയൻദുർ ഇലാ തൽഹ ഇബ്നു ഉബൈദില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഭൂമിയിലൂടെ നടക്കുന്ന രക്തസാക്ഷിയെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തൽഹത്ത് ഇബ്നു ഉബൈദില്ലയിലേക്ക് നോക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 70ഓളം മുറിവുകൾ ഒരൊറ്റ യുദ്ധത്തിലാണ് തൽഹ ഏറ്റുവാങ്ങിയത്. റസൂലുള്ളാഹിക്ക് വന്ന വ്യക്തികൾ തൽഹങ്ങളെ നിന്നു കൊടുക്കും. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച സഹാബാക്കൾ ഓർമ്മയില്ലേ? ഞാൻ നിരവധി ഖുത്ബകളിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. മഹാനായ ബിലാൽ ഇബ്നു റബാഹ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിനായിരുന്നു. പ്രവാചകൻ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് ബാങ്കിന്റെ സമയമായപ്പോൾ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയുമ്പോഴേക്കും ബോധരഹിതനായി വീണു. ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസവും വീണു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പോവാണ്. ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തെ, അബൂബക്കർ സിദ്ദീഖേ ഞാൻ പോവാണ്, എനിക്ക് പറ്റില്ല, അള്ളാഹുവിന്റെ റസൂലില്ലാത്ത ഈ മദീനയിൽ എനിക്ക് ജീവിക്കാനാവില്ല അബൂബക്കറെ എന്ന് പറഞ്ഞു. എനിക്ക് ബാങ്ക് കൊടുക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന് ശേഷം എനിക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി ഇല്ലാത്ത മദീനയിൽ ആ ബാങ്ക് ഉച്ചരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല അബൂബക്കറെ, അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് നാട് വിട്ട് കളഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബിലാലിന്റെ ബാങ്ക്, ബിലാലിന്റെ കാലടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടു എന്ന് പറഞ്ഞില്ലേ? ആ ബാങ്കിന്റെ സമയമാകുമ്പോൾ ഫജറിന്റെ മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ ഓരത്തൂടെ, സഹാബാക്കളുടെ വീടിന്റെ ഓരത്തൂടെ ഇങ്ങനെ നടന്നു വന്നിട്ട്, നമസ്കരിക്കാനായിട്ടുണ്ട് കേട്ടോ സഹാബത്തെ, നമസ്കരിക്കാനായിട്ടുണ്ട് റസൂലേ എന്ന് വിളിച്ചു പറഞ്ഞ് ബാങ്കിന്റെ സമയമെത്തിയാൽ ആകാശം ഭേദിക്കുമാറുള്ള തക്ബീർ ധ്വനികൾ മുഴക്കിയിരുന്ന ബിലാൽ മദീന വിട്ടുപോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അബൂബക്കർ സിദ്ദീഖിന്റെ വർഷങ്ങളോളമുള്ള ഖിലാഫത്ത്, അതിനുശേഷം ഉമർ ഇബ്നു ഖത്താബിന്റെ ഭരണം. ഉമർ ഇബ്നു ഖത്താബ് ഷാമിൽ നിന്നൊരിക്കൽ ബിലാലിനെ കാണുന്നു. ആ ബിലാലിനോട് പറഞ്ഞു, ബിലാൽ എന്താ നിങ്ങൾ റസൂലുള്ളാഹി ഇല്ലാത്ത മദീനയിലേക്ക് വന്നൂടെ? ഇപ്പൊ ഞാനാണ് അവിടുത്തെ ഖലീഫ. ബിലാൽ പറഞ്ഞു, ഇല്ല, റസൂലുള്ളാഹി ഇല്ലാത്ത മദീനയിൽ എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല. എത്ര നാളായി ബിലാലെ നിന്റെ ബാങ്ക് കേട്ടിട്ട് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവിടുത്തെ പള്ളിയിൽ വെച്ച് ബാങ്ക് കൊടുപ്പിച്ചത് ഞാൻ പല ഖുത്ബയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കൂ. അന്ന് അള്ളാഹുവിന്റെ റസൂല് ഉണ്ടോ എന്ന് ശാമുകാർ, ആ പട്ടണക്കാർ വിചാരിക്കുമാറ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിൻ അവിടെ നിന്ന് ബാങ്ക് കൊടുത്തു. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴേക്കും ഉമർ ഖത്താബിന് പോലും റസൂലുള്ളാഹ് ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പോയി. മദി എന്ന് പറയുമ്പോഴേക്കും ബിലാലിന്റെ ബോധം പോയത് ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എത്ര
വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ സ്നേഹിച്ചൊരു സഹാബി. എത്ര ആളുകൾ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ അലിയാറുതങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തെ പറ്റി അലിയാറുതങ്ങളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയുമോ? കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാതിനാ വ മിനൽ മാഇൽ ബാരിദി അല അൽളമ. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപുത്രി ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാറുതങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളുടെ സമ്പത്തിനേക്കാളും എന്റെ ഹസൻ ഹുസൈനേക്കാളും പിതാക്കളെക്കാളും മാതാക്കളെക്കാളും ദാഹിക്കുമ്പോൾ ലഭിക്കുന്ന തണുത്ത വെള്ളത്തെക്കാളും പ്രിയപ്പെട്ടതായിരുന്നു ഞങ്ങളുടെ റസൂലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച അലിയാറുതങ്ങൾ പറഞ്ഞിരുന്നു. അനസ് ഇബ്നു മാലിക് പറഞ്ഞില്ലേ, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ മണ്ണിട്ട് മൂടിയ സമയത്ത് ഞങ്ങൾ ഏതോ നാട്ടിലെത്തിയതുപോലെ, എവിടെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ, ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ കരുത്തും ഞങ്ങളുടെ ഊർജവും ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നിയെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മദീനത്ത് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നപ്പോൾ മദീന പ്രകാശപൂരിതമായെന്നും, എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞ അന്ന് മദീന അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിലായി പോയി എന്നും പറഞ്ഞ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മരണശേഷം പ്രവാചകന്റെ വീട്ടിലേക്ക് പോകാൻ വരെ കഴിയാതിരുന്ന, മടിച്ചുപോയ, സാധിക്കാതിരുന്ന സഹാബാക്കൾ ഇവരൊക്കെയും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചവരായിരുന്നു, റസൂലിനെ അടിക്കടി സ്നേഹിച്ചവരായിരുന്നു. നിങ്ങൾ അറിയോ, അള്ളാഹുവിന്റെ റസൂൽ ഒരു ജമാഅത്ത് നമസ്കരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ പാദരക്ഷയിൽ ഹുഫയിൽ മാലിന്യമുണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു പറഞ്ഞു. ആ സമയത്ത് നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ചെരുപ്പഴിച്ചു വെച്ചു. അത് കണ്ട് പിന്നിലുള്ള മുഴുവൻ ആളുകളും ചെരുപ്പഴിച്ചു വെച്ചു. നമസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ എന്തായിരുന്നു? പ്രവാചകൻ പറഞ്ഞു, എന്നോട് ജിബ്രീൽ വന്ന് പറഞ്ഞു മാലിന്യമുണ്ട് എന്ന്. ഞാൻ അയച്ചു വെച്ചതാണ്. നിങ്ങൾ എന്തിനാ അയച്ചു വെച്ചതെന്ന് ചോദിച്ചു. സഹാബാക്കൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ അയച്ചു വെച്ചാ പിന്നെ ഞങ്ങൾ അയച്ചു വെക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു എന്നാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ നിഴല് പോലെ അനുസരിച്ചവർ അബ്ദുല്ലാഹി ഇബ്നു റവാഹ, ഓർമ്മയില്ലേ, ഖുത്ബ നടക്കുന്ന സമയത്ത് ജുമാ ഖുത്ബയിൽ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഖുത്ബ ഓതുമ്പോൾ നേരം വൈകി വരുന്നു അബ്ദുല്ലാഹി ഇബ്നു റവാഹ. ഖുത്ബ കഴിഞ്ഞ സഹാബാക്കൾ പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, അബ്ദുല്ലാഹി ഇന്ന് വൈകിട്ടാണ് വന്നത്. അദ്ദേഹം ഓടി വരുന്നത്, വേഗത്തിൽ വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വഴിയിൽ അത് അദ്ദേഹം ഇരുന്ന് കളഞ്ഞതും ഞങ്ങൾ കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹയോട് ചോദിച്ചു, അല്ലയോ അബ്ദുല്ല, എന്താ സംഭവം? അബ്ദുല്ലാഹി ഇബ്നു റവാഹ പറഞ്ഞു, റസൂലേ, ഞാനും അല്പം വൈകിപ്പോയി. സാഗൂതം താങ്കളുടെ ഖുത്ബക്ക് ചെവിയും കൊടുത്ത് ബേജാറോടെ വ്യഗ്രതയോടെ ജിജ്ഞാസയോടെ കടന്നു വരുന്ന സമയത്ത് താങ്കളുടെ സംസാരത്തിൽ ഖുത്ബയിൽ ഇജ്ലിസൂ എന്ന പദം ഞാൻ കേട്ടു. നിങ്ങൾ ഇരിക്കൂ അവിടെ എന്ന്. അത് കേട്ട സമയത്ത് ഞാൻ അവിടെ ഇരുന്നതാണ്, ആ വഴിയിൽ ഇരുന്നതാണ്. താങ്കൾ ഇജ്ലിസൂ എന്ന് പറഞ്ഞതിന് ശേഷം ഒരടിക്കാലിയാ മുന്നോട്ട് വെച്ചാൽ താങ്കൾ അനുസരിക്കാത്തതിന്റെ പേരിൽ ശിക്ഷ വാങ്ങുന്ന ആളുകളിൽ ഞാൻ പെടുമോ എന്ന് ഭയപ്പെട്ടു റസൂലേ എന്ന് മുഹമ്മദ് മുസ്തഫയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മറുപടി പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹിനെ അങ്ങനെ കട്ടക്ക് സ്നേഹിച്ച ആളുകൾ. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കുറെ ബാനർ വലുപ്പത്തിൽ ഇങ്ങനെ കെട്ടുക, ബൾബ് പണ്ടത്തേനേക്കാളും ആയിരക്കണക്കിന് കൂട്ടുക, ബിരിയാണി കിലോ അധികാക്കുക, കുട്ടനെടുത്ത് മട്ടനാക്കുക. ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ സ്നേഹം. സ്നേഹം എന്നത് തന്റെ ജീവിതത്തിൽ ഓരോ വർഷവും കഴിയുമ്പോൾ, തന്റെ നരയുടെ രോമങ്ങൾ ഓരോന്നും എണ്ണം വർദ്ധിക്കുമ്പോൾ, താൻ ഇക്കാലം വരെ ചെയ്യാത്ത ഓരോ സുന്നത്തുകളെങ്കിലും ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കണമെന്നുള്ള ജാഗ്രതയുടെ പേരാണ് സ്നേഹം. അതാണ് സ്നേഹം. അള്ളാഹുവിന്റെ ഖുർആൻ അരുതേ എന്ന് പറഞ്ഞത് പലതും അരുതാത്തതായി കണ്ടവരാ നമ്മൾ. എന്നാൽ ചിലത് നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. ഓരോ വർഷമോ ഓരോ ദിവസമോ കഴിയുമ്പോൾ അരുതേ എന്ന് പറഞ്ഞ ഓരോന്നും അരുതാത്തതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ അരുതായ്മക്കെതിരെ പ്രതിരോധം തീർത്ത് അത് ചെയ്യാത്തവരായി മാറുന്ന സ്നേഹത്തെയാണ് യഥാർത്ഥ സ്നേഹം എന്ന് നമ്മൾ വിളിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനെ റസൂലിനെ സ്നേഹിക്കേണ്ടത്. അല്ലാണ്ട് പോലീസങ്ങനെ കുട്ടുക, സംഭവാക്കുക, എതിരാളികളെങ്ങനെ നിഷ്പ്രഭരായി നിർത്തുന്ന രൂപത്തിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക, ഈ ടെക്നോളജികൾ ഉപയോഗിച്ച് നബിദിനാഘോഷം എങ്ങനെ പോലീസുള്ളതാക്കാം എന്നുള്ള ഈ അതിൽ കണ്ണും നട്ടിരിക്കുക, അതിന് പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ട് വരിക എന്നതല്ല പ്രിയപ്പെട്ടവരെ. ആലോചിച്ച് ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ ആയത്തിന് വരുന്നതാണ്. ഈ ആയത്ത് അതിന് പറ്റിയതല്ലേ, ഈ ഹദീസ് അതിന് പറ്റിയതല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനെ ഉണ്ടാക്കിയെടുക്കണം. ഇനി തെളിവോ ഖുർആനിലുള്ള തെളിവ് വേണ്ട, ഹദീസിലുള്ള തെളിവ് വേണ്ട. നിങ്ങൾ 60-70 കൊല്ലം മുമ്പ് എഴുതിയ ബുക്കിലുണ്ടല്ലോ, നിങ്ങൾ 70 കൊല്ലം മുമ്പ് ഇന്ന പണ്ഡിതന്റെ സംസാരത്തിലുണ്ടല്ലോ. ഇത് മതിയോ പ്രിയപ്പെട്ടവരെ? തെളിവ് മതിയോ? അങ്ങനെയാണെങ്കിൽ 70 കൊല്ലം മുമ്പ് പ്രസംഗിച്ച പലരും നമുക്ക്
നമുക്ക് പറ്റാത്തവരായിട്ടില്ലേ? അവരിതെടുക്കുമോ? വക്തുകൾ കുറഞ്ഞവരെ അവരിതെടുക്കുമോ? എടുക്കാൻ പറ്റുമോ ഇവർക്കും? ഇല്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് പറ്റിയതിനനുസരിച്ചുള്ള സാധനത്തെ നമ്മൾ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിനെ പോളിഷ് അടിച്ച് നമുക്ക് പറ്റിയ പരുവത്തിലാക്കിയിട്ട് എന്ത് ചെയ്യാണ്? കൊണ്ടുവരിക. ഫവൈലുൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം, അതുകൊണ്ട് ഞങ്ങൾ ഇനി നിസ്കരിക്കുന്നില്ല എന്നൊരു കൂട്ടർ പറഞ്ഞാൽ എത്ര വൈപരീത്യമാണത്. നിങ്ങൾ ആലോചിച്ചു നോക്കും. ഇതുപോലെ അനുകൂലത ഫീൽ ചെയ്യുന്ന ആയത്തുകളെ ഗവേഷണം നടത്തിയിട്ട് നമ്മൾ തുടങ്ങി വെച്ച തോന്നിയാസത്തെ, ഞാൻ അങ്ങനെ പറയും, ഒന്നും വിചാരിക്കരുത്. കാരണം വരുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെടും ഇത് തോന്നിയാസായിരുന്നു എന്നുള്ളത്. ഞാനത് പറയും ഇവിടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്ന, പ്രവാചകനെ അനുസരിക്കുന്ന നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയോ, ഉഹുദ് യുദ്ധവേളയിൽ കൃത്യമായ പദ്ധതികളുമായി ഇറങ്ങിയ മുസ്ലിം സൈന്യം, മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ശത്രു സൈന്യം പിന്തിരിഞ്ഞോടിയ ഘട്ടം, മുസ്ലിം സൈന്യം ശത്രുക്കൾ വിട്ടേച്ചു പോയ യുദ്ധാർജിത സ്വത്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് യുദ്ധം അവസാനിച്ചു എന്ന് കരുതി മലമുകളിൽ നിർത്തിയ അമ്പെയ്ത്തുകാർ ഈ ആളുകളെ സഹായിക്കാനായി താഴേക്കിറങ്ങി. മലമുകളിലെ സൈന്യത്തിന്റെ എണ്ണക്കുറവ് ശ്രദ്ധയിൽപ്പെട്ട അന്ന് ഇസ്ലാം സ്വീകരിക്കാത്ത നമ്മുടെ എതിരാളിയായിരുന്ന ഖാലിദ് ബിൻ വലീദ് തന്റെ യുദ്ധതന്ത്രം ഉപയോഗിച്ച് ഈ മുസ്ലിങ്ങൾ ഇറങ്ങി വന്ന ആ മലമുകളിലേക്ക് ഇരച്ചു കയറുകയും എന്നിട്ട് നിരായുധരായി നിൽക്കുന്ന മുസ്ലിം സൈന്യത്തിന് നേരെ അമ്പെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുകയും ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ചിലർ ഭയന്ന് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയും കോലാഹലങ്ങൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതാവുകയും ചെയ്ത ഘട്ടം. പ്രിയപ്പെട്ടവരെ, ശത്രുക്കൾ കൊല്ലാനായി റസൂലുള്ളാഹിനെ തെരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിനെ സംരക്ഷിച്ച ഓരോ സഹാബാക്കളുടെയും ചരിത്രം ഉഹുദിന്റെ രണഭൂമി വായിക്കുന്ന ഏതൊരു മുസൽമാന്റെയും കണ്ണു തുറപ്പിക്കുന്നതാണ്. അതിൽപ്പെട്ടതാണ് നേരത്തെ ഞാൻ പറഞ്ഞ തൽഹത്ത് ബിൻ ഉബൈദില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വന്ന അമ്പുകൾ സ്വന്തം വിരിമാറുകൊണ്ട് തടഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്നറിയുമോ? തൽഹ, താങ്കൾ ജീവിച്ചിരിക്കുന്ന ഷഹീദാണ്, താങ്കൾ ജീവിച്ചിരിക്കുന്ന ഷഹീദാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഇനിയോ അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ തറച്ച ആണി സ്വന്തം പല്ലുകൾ കൊണ്ട് അദ്ദേഹം പറിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ മുൻപല്ലുകൾ ആ കാരണത്താൽ നഷ്ടപ്പെട്ടു. എന്നിട്ടോ റസൂലുള്ളാഹിനെ സംരക്ഷിച്ച കാരണത്താൽ ആ ഉഹദിന്റെ രണഭൂമിയിൽ പ്രവാചകന്റെ മുഖത്ത് കവിളിലേക്ക് തുളച്ച ആ ആണി പറിച്ചെടുത്തപ്പോൾ നഷ്ടപ്പെട്ടതാണ് എന്റെ പല്ല് എന്ന് പറഞ്ഞ് പോരിശയുമായി നടന്ന സഹാബിയായിരുന്നു ആ ചരിത്രം. അങ്ങനെ ആ പല്ലും കാട്ടി നടന്നു അദ്ദേഹം. ഇനിയോ അബൂ ദുജാന റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് കവചമൊരുക്കി അമ്പ് ശരീരത്തിൽ തറച്ചിട്ട് കുലുങ്ങാതെ റസൂലുള്ളാഹിനെ അറിയിക്കാതെ കടിച്ചു പിടിച്ച് പ്രതിരോധം തീർത്ത സഹാബിയായിരുന്നു. ഇനിയോ മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിൾത്തറത്തിലൂടെ നിലക്കാതെ ഒഴുകിയ രക്തം അത് നിലക്കുന്നതുവരെ വായി കൊണ്ട് വലിച്ചെടുത്തു ആ സഹാബി. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹപ്രകടനത്തിൽ അവർ കാണിച്ച മാസ്മരികമായ സ്നേഹപ്രകടനം, അതോടൊപ്പം അദ്ദേഹത്തെ ഇത്തിബാഅ് ചെയ്തുകൊണ്ടുള്ള മത്സരിച്ചുള്ള സഹാബാക്കളുടെ ജീവിതം, ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മാർഗരേഖയായിട്ട് നമ്മൾ കരുതിയെടുക്കേണ്ടതും തെരഞ്ഞെടുക്കേണ്ടതും. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ പറയുന്നു. അദ്ദേഹം പറയുന്നു, വല്ലാഹി لقد وفدت على الملوك ووفدت على قيصر وكسرى والنجاشي والله إن رأيت ملكا قط يعظمه أصحابه ما يعظمه أصحاب محمدا. അദ്ദേഹം പറയുന്നു, അല്ലാഹുവാണ് സത്യം, ഞാൻ ധാരാളം രാജാക്കന്മാരിലേക്ക് പ്രതിനിധിയായി നിയോഗിക്കപ്പെട്ട ആളാണ്. കിസ്രയിലേക്കും കൈസറിലേക്കും നജാഷിയിലേക്കും എന്ന് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് പോലെ മറ്റൊരു രാജാവിനെയും അവിടുത്തെ അണികൾ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവാണ് സത്യം, അദ്ദേഹം വല്ലതും കൽപ്പിച്ചാൽ അത് നടപ്പാക്കാൻ അവർ റെഡിയാണ്. അദ്ദേഹം വുളൂ ചെയ്താൽ ആ വെള്ളത്തിനായി അവർ മത്സരിക്കും. അദ്ദേഹം സംസാരിച്ചാൽ അവർ സ്വന്തം സ്വരം താഴ്ത്തും. അദ്ദേഹത്തോടുള്ള ബഹുമാനം കാരണം അവർ അദ്ദേഹത്തെ തുറിച്ചു നോക്കുക പോലും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച സഹാബാക്കളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതകാലത്ത് ഇത്രയേറെ സ്നേഹിച്ച സഹാബികൾ മരണശേഷവും റസൂലുള്ളാഹിനെ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയായിരുന്നു ആ സ്നേഹപ്രകടനം. ഞാൻ ഈ സാന്ദർഭികമായിട്ട് പറയാണ്, നമ്മളൊക്കെ ദീനിൽ നമ്മുടെ ഉപ്പാപ്പമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാർ, അവരൊക്കെ കാത്തു സൂക്ഷിച്ച്
കരുതലോടെ നമുക്ക് കരുതി വെച്ച് കാണിച്ചു തന്ന ഈ ദീനീ പ്രക്രിയകൾ അവര് നീങ്ങുമ്പോഴേക്ക് പോലും നീക്കിക്കളയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അല്ലേ പ്രിയപ്പെട്ടവരെ? ഉപ്പാവുള്ള കാലത്ത് മഗ്രിബിന് സുബഹിക്കും ഖുർആൻ ഓതിയ നമ്മൾ ഉപ്പാവ പോയ ശേഷം ഓതിയിട്ടുണ്ടോ? വാപ്പാക്ക് നിർബന്ധം ഉണ്ടായിരുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ വാപ്പാന്റെ മരണശേഷം നമ്മൾ പുലർത്തി വരുന്നുണ്ടോ? പരിശോധിക്കണം നമ്മളെല്ലാവരും. ദീനിന്റെ ഓരോന്നും നമ്മൾ ഒഴിവാക്കി ഭൗതികതയുടെ ആ ഒരു പർദീസയിൽ നീന്തിത്തുടിക്കാൻ വേണ്ടി വ്യഗ്രതയോടെ ജീവിക്കുന്നവരല്ലേ നമ്മൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ പ്രവാചകന്റെ കാലശേഷവും റസൂലുള്ള ഇഷ്ടപ്പെട്ടത് എന്താണോ അതിഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു. നബിദിനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഒരു സുന്നത്തായിരുന്നുവെങ്കിൽ ആദ്യമായിട്ടത് ചെയ്യുക ആരാണ് പ്രിയപ്പെട്ടവരെ? ഈ 2025 ജീവിച്ച നമ്മളാണോ? അല്ലെങ്കിൽ 10, 100, 200, 300 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിതമുണ്ടാക്കിയ മുസ്ലിം സമുദായമാണോ അത് തുടങ്ങേണ്ടത്? ആണോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളിൽ എനിക്ക് ശേഷം ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ ഭിന്നതകളിൽ കണ്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ചര്യയും എന്റെ സച്ചരിതരായ മുൻഗാമികളുടെ ചര്യയുമുണ്ട്. അത് നിങ്ങൾ മുറുകെ പിടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നഹു മൻ യഅിശ് മിൻകും ബഅദി ഫസറാ ഇഖ്തിലാഫൻ കതീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇൽ മഹ്ദിയ്യീൻ الراشدين തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് നിങ്ങൾ ആ ആദർശത്തെ കടിച്ചു പിടിക്കുക എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള തലമുറയിൽപ്പെട്ട ഈ ആളുകളല്ലേ ഏറ്റവും റസൂലുള്ളാഹിയോട് അടുത്തവർ? പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്റെ തലമുറയാണ്, അതിനുശേഷം അതിന്റെ തൊട്ട് പിന്നാലെ അവരോട് അടുത്തവർ, അതിനുശേഷം അതിന്റെ പിന്നാലെ അടുത്തവർ എന്ന് നോക്കിയാൽ ഏറ്റവും നല്ല തലമുറ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്ന് ജീവിച്ച് പ്രവാചകന്റെ കാലശേഷവും ഇസ്ലാമിക ആദർശത്തെ മുറുകെ പിടിച്ച് കൊണ്ടു നടന്നവരല്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്നിട്ട് നബിയുടെ കൂടെ കിടന്നിറങ്ങിയ ഭാര്യമാർ, കൂടെ ജീവിച്ചതും നബിക്ക് വേണ്ടി ശരീരം പണയം വെച്ചതുമായ സഹാബാക്കൾ, സഹാബികളെ പിന്തുടർന്ന താബിഈകൾ, അവർക്ക് ശേഷം ജീവിച്ച സച്ചരിതരായ നമ്മുടെ സലഫുകൾ, ഇവരാരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ മരിച്ച വർഷങ്ങൾ? മാരിയത്തുൽ ഖബതിയ്യ ഹിജ്റ 16, സൈനബ് ഹിജ്റ 20, ഉമ്മു ഹബീബ 44, ഹഫ്സ ബിൻത് ഉമർ 45, സഫിയ 50, ജുവൈരിയ 50, മൈമൂന 51, സൗദ ബിൻത് സമഅ 54, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ 56, ഉമ്മു സലമ ബീവി 58 റളിയല്ലാഹു അൻഹുമ. ആലോചിച്ചു നോക്കി, ഇവരൊക്കെയും ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരാരും തന്നെ പ്രിയപ്പെട്ടവരെ ജന്മദിനം ആഘോഷിച്ചതായിട്ടൊന്നും കാണുന്നില്ല. നിങ്ങൾ ആലോചിച്ചു, എല്ലാത്തിനും റസൂലുള്ള സുന്നത്തുകൾ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞ് ജനിച്ചാൽ അല്ലെ, ചില ആളുകൾ നമ്മളെ വിളിച്ചു ചോദിക്കും, അതെ കുഞ്ഞ് ജനിച്ചു എന്താ ചെയ്യേണ്ടത്? 7ാമത്തെ ദിവസമാണോ ഒന്നത് വേണ്ടിയത്? എന്തൊക്കെ ആദ്യം ചെയ്യും? ആദ്യം അറവ് നടത്തണോ അല്ല മുടി കളയണോ? ഇങ്ങനെയൊക്കെ എന്തൊക്കെ സുന്നത്ത് നമുക്ക് ചോദിക്കാനുണ്ട്. റമളാനിൽ, ശവ്വാലിൽ അല്ലെ, പെരുന്നാളിന് ചില ആളുകൾ വിളിച്ചു, ഉസ്താദെ ഭക്ഷണം കഴിച്ചിട്ടാണോ വേണ്ടത് കഴിക്കാണ്ടാണോ അല്ലെ? എന്തെല്ലാം സംശയമുണ്ട് പ്രിയപ്പെട്ടവർ. ഉംറക്ക് പോകുന്ന ആളുകൾ ചോദിക്കുന്നില്ല, എന്തൊക്കെ ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ടവർ. ഉസ്താദെ ഇവിടുന്ന് ഇഹ്റാം കെട്ടണോ അവിടുന്ന് കെട്ടിയാൽ മതിയോ? എത്ര സംശയമുണ്ട്. നബിചര്യയിൽ, നബിദിന ആഘോഷത്തിന്റെ പരിപാടികളിൽ എന്താ നമുക്ക് സംശയമില്ലാത്തത്? എന്താ നമുക്ക് പ്രയാസങ്ങളില്ലാത്തത്? എന്താ ക്വസ്റ്റ്യൻസ് വരാത്തത്? അങ്ങനെ ഒരു സാധനമില്ല. അങ്ങനെ ഒരു സത്യം ഉണ്ടെങ്കിലാണല്ലോ ആ സത്യം അന്വേഷിച്ചിട്ട് ഒരാൾ വിളിക്കുക അല്ലെ? അങ്ങനെ ഒരു സുന്നത്ത് ഉണ്ടെങ്കിലല്ലേ ഉസ്താദെ നബിദിനത്തിന് രാവിലെ ഞാനാണോ വിളിക്കേണ്ടത് ഓളാണോ വിളിക്കേണ്ടത്? റസൂല്, അള്ളാന്റെ റസൂല് ഇങ്ങനെയായിരുന്നു ചെയ്തത്, അങ്ങനെയായിരുന്നു ചെയ്തത്. ഉസ്താദെ നിങ്ങൾ നബിദിനത്തിന് നമ്മൾ മുന്നിൽ നിൽക്കുന്നതാണോ നല്ലത് പിന്നിൽ നിൽക്കുന്നതാണോ നല്ലത്? അല്ലെ, അതിന് കൂലിയുണ്ടോ ഇതിന് കൂലിയുണ്ടോ? നോമ്പ് നോട്ടും കൊണ്ട് നബിയുടെ രാവിലെ പോകാൻ പറ്റും ഉസ്താദെ? എന്താ ആരും ചോദിക്കാത്തത്? അങ്ങനെ ഒരു ഷർത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഇനിയോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് എവിടെ നിന്ന് വന്നതാണെന്നറിയോ? നിങ്ങൾക്കറിയില്ലേ? മുസ്ലിങ്ങളിൽ തന്നെ നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമുണ്ട്. ഇന്ത്യ രാജ്യത്തും ഇന്ത്യക്ക് പുറത്തും മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന, മുസ്ലിം ആദർശത്തെ മറ്റുള്ള പബ്ലിക്കിൽ മോശമാക്കുന്ന കുറെ മുസ്ലിം നാമധാരികളില്ലേ? നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നവരാണത് അല്ലേ? രാജ്യദ്രോഹം ചെയ്യുന്ന
ചെയ്യുന്നവർ നമുക്ക് അപമാനമാണ്, അല്ലേ? തീവ്രവാദം നടത്തുന്നവർ നമുക്ക് അപമാനമാണ്. മനുഷ്യബോംബായി പൊട്ടിത്തെറിക്കുന്നവർ നമുക്ക് അപമാനമാണ്. ISIS പോലുള്ള തീവ്രവാദി സംഘങ്ങൾ മുസ്ലിങ്ങൾക്ക് അപമാനമാണ്, അല്ലേ? തോന്നിയാസങ്ങൾ, പേക്കൂത്തുകൾ, ക്രിമിനലുകൾ ആയി നമ്മൾ ഇതര രാജ്യത്തും ഇതര സംസ്ഥാനങ്ങളും നമ്മൾ പറയുന്നില്ലേ? ക്രിമിനലിസം കൊണ്ട് ജീവിതം വളർത്തുന്ന മുസ്ലിം കുടുംബങ്ങൾ നമുക്ക് അപമാനമാണ്, അല്ലേ? ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് അപമാനമുണ്ടാക്കുന്ന ആളുകൾ എക്കാലത്തും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, ഹിജ്റ 300-കളിൽ ഷിയാക്കളിൽപ്പെട്ട ഏറ്റവും തീവ്രതയുള്ള ഒരു വിഭാഗമായിരുന്നു ഫാത്തിമിയാക്കൾ. ഫാത്തിമിയാക്കൾ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ രോമാഞ്ചം. അള്ളാന്റെ റസൂലിന്റെ മോളങ്ങാൻ ഉണ്ടാക്കിയ സംഘടന നമ്മൾ വിചാരിക്കപ്പെട്ടത്, അല്ലേ? അതിന് സുന്നത്തുൽ ജമാഅ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ബിദ്അത്തൊക്കെ നടത്തുന്ന ആൾക്കാരോട് നമുക്ക് വരുന്ന പ്രേമം എന്താ? പേര് കേൾക്കുമ്പോഴാണ് സുന്നികൾ അല്ലെങ്കിൽ സുന്നത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്രേമം തോന്നുന്നുണ്ട്. നല്ല പേരും നല്ല കാര്യമൊക്കെയാണ്. പക്ഷെ ചെയ്യുന്നിടത്താണ് പ്രശ്നമുള്ളത്. എന്റെ ഖുതുബ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഞാൻ സ്നേഹിക്കുന്ന യുവാക്കളും എല്ലാവരും നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് പറയുന്നത്. എവിടുന്നാ ഇത് വന്നത് എന്ന് നിങ്ങൾ കേട്ടോളൂ. ഹിജ്റ 300-കളിൽ ഷിയാക്കളിൽപ്പെട്ട അതിതീവ്രവാദികളായ ഫാത്തിമിയാക്കൾ തുടങ്ങിയതാണ്. ഫാത്തിമിയാക്കൾ എന്ന് കേട്ടാൽ എല്ലാവരും ആകർഷിച്ചേക്കും. ആരാണ് പ്രിയപ്പെട്ടവരെ ഇവരായിരുന്നു കാബാലയത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വന്ന ഹജറുൽ അസ്വദിനെ കാബാലയത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയവർ ഫാത്തിമിയാക്കളായിരുന്നു. 20 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഹജറുൽ അസ്വദ് നമുക്ക് തിരിച്ചു കിട്ടിയത്. 20 വർഷക്കാലം കാബാലയത്തിൽ ഈ ഹജറുൽ അസ്വദ് ഉണ്ടായിരുന്നില്ല. കട്ടുകൊണ്ടുപോയവർ അങ്ങനെ തിരിച്ചു പിടിച്ചു. വീണ്ടും അവർ പലതവണ പരിശ്രമിച്ചു. അവർ നിങ്ങൾക്കറിയില്ലേ, മദീനത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ അടിമണ്ണ് മാന്തുന്ന അവസ്ഥ വരെ ഉണ്ടാക്കിയവർ ഇല്ലേ? ഓർമ്മയില്ലേ? കബറുമാന്തി കട്ടുകൊണ്ടുപോകാൻ പരിശ്രമിച്ചവർ കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്നിട്ടോ ഈ ഹജറുൽ അസ്വദിന് നേരെ വീണ്ടും അവർ വന്നു. എന്നിട്ട് അവസാനം അമ്പെയ്ത് ഹജറുൽ അസ്വദ് പൊട്ടിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്നും ഹജർ മുത്താൻ പോകുന്നവർ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. 7 കഷ്ണായി പോയിട്ടുള്ളത്. എന്നിട്ട് സിലിക്കോണും മറ്റുള്ള പലതും ഉപയോഗിച്ച് ഈയമൊക്കെ പാർന്നിട്ട് 7 കഷ്ണായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചതാ. സ്റ്റീൽ എന്താ പറയുക, വളയത്തിൽ അതിനെ സെക്യൂർ ആക്കി നിർത്തിയിട്ടിരിക്കുകയാണ്. പൊട്ടിച്ചു കളഞ്ഞു. ആരാവർ? ഫാത്തിമിയാക്കൾ, ഷിയാക്കളിൽപ്പെട്ട ഉഗ്രവിഭാഗം. ഇവരായിരുന്നു അത് ചെയ്തിരുന്നത്. എന്നിട്ടോ നിങ്ങൾക്കറിയുമോ, എന്നിട്ട് അത്രയും വലിയ ഉൽമ ചെയ്തവരാണ് ഈ നബിദിനാഘോഷം തുടങ്ങി വെച്ചത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ശരിക്കാലോചിച്ചു. അവർ ആകെ ഉപയോഗിച്ചത് 6 ആഘോഷങ്ങളാണ്. ഒന്ന് അലിയാർ തങ്ങളുടെ ജന്മദിനം, ഹസന്റെ ജന്മദിനം, ഹുസൈന്റെ ജന്മദിനം, ഫാത്തിമയുടെ ജന്മദിനം, റസൂലുള്ളാഹിന്റെ ജന്മദിനം, അവരുടെ അന്നത്തെ ഖലീഫയായ അന്നത്തെ നേതാവിന്റെ ജന്മദിനം. ഇങ്ങനെ 6 ജന്മദിനങ്ങൾക്ക് അവർ എന്ത് ചെയ്തു? തുടക്കമിട്ടു. സർക്കാരിന്റെ ഫണ്ടിലും ചെലവിലുമായി അത് നടപ്പിൽ വരുത്തി. എന്നിട്ട് 100 കൊല്ലം അത് നടപ്പിലാക്കി. പിന്നീട് വന്ന ഭരണാധികാരി ഇത് നിർത്തലാക്കി കളഞ്ഞു. 100 കൊല്ലം നബിദിനൊക്കെ ആഘോഷിച്ചു. പിന്നെ 150 കൊല്ലം നബിദിനം ആഘോഷിച്ചിട്ടേയില്ല. ചരിത്രങ്ങൾ നിങ്ങൾ പഠിച്ചോളി. 150 കൊല്ലം ആളുകൾ ആ നബിദിനത്തെ മറന്നു. പിന്നീടാണ് മുളഫർ രാജാവ്, ഹിജ്റ 600-കളിൽ മുളഫർ രാജാവ്, അദ്ദേഹം സൂഫിയാണ്. സൂഫികളെ വല്ലാതെ സ്നേഹിച്ച് സൂഫികളെ പോറ്റി സൂഫികൾക്ക് വേണ്ടി പർണശാലകളും ഹൈമകളൊക്കെ ഉണ്ടാക്കി അതിന്റെ മജ്ലിസുകൾ ഉണ്ടാക്കി കൊടുത്ത് സൂഫികൾക്കെല്ലാം ആനുകൂല്യങ്ങളും നൽകി. ആ സമയത്ത് അവർ തുടക്കമിട്ടതാണ് നബിദിനാഘോഷം. അന്ന് തുടങ്ങിയതാണ്. നിങ്ങൾ ശരിക്കും ആലോചിക്കണം. ഇതര വിശ്വാസികളിലേക്ക് നമ്മളൊന്ന് പോകും. 1 മിനിറ്റ്. ഹൈന്ദവരിലേക്ക് പോയിക്കോളൂ, ക്രൈസ്തവരിലേക്ക് പോയിക്കോളൂ. അവിടത്തെ അവർ കൊണ്ടു നടക്കുന്ന കൃഷ്ണനാവട്ടെ, യേശു ക്രിസ്തു ആവട്ടെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളിലും അവർ എന്തൊക്കെ ചെയ്തുവോ അതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ? ഉണ്ണികൃഷ്ണൻ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ 5ാം വയസ്സിലൊക്കെ ഞാൻ കണ്ടതിന് ഞാൻ ഓർക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി അന്ന് നബിദിന റാലിയിൽ ഉണ്ണി മുഹമ്മദ് ഇല്ലായിരുന്നു. കഴിഞ്ഞൊരു 5-8 കൊല്ലായിട്ടുള്ളൂ ഉണ്ണി മുഹമ്മദ് വരാൻ തുടങ്ങിയിട്ട്, അല്ലേ? ഓർത്തോക്ക് നിങ്ങളെല്ലാവരും. എവിടുന്ന് വന്നതാണ്? ആരായിരുന്നു ഉന്തുവണ്ടിയിൽ ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കിയിട്ട് ഉന്തിയ സഹാബിയാരാണ്? ആരായിരുന്നു പ്രിയപ്പെട്ടവരെ? ഉണ്ണി മുഹമ്മദായി കിടന്ന ചെറിയ കുട്ടി ആരായിരുന്നു? ഉണ്ടായിട്ടില്ല. പള്ളിമുനാരങ്ങളിൽ തോരണങ്ങളും ലൈറ്റുകളും വെച്ചിട്ട് ഇങ്ങനെ, അല്ലേ, ക്രിസ്ത്യൻ പള്ളികളിലും അമ്പലങ്ങളിലും കാണുന്നത് പോലെ വർണ്ണാഭമായ അല്ലുസ്താദെ പ്രകാശല്ലേ? എന്ത് പ്രകാശം? 365 ദിവസം പറ്റൂലേ പള്ളിയിൽ? പറ്റൂലേ? ഇതിങ്ങനെ ഇതര ആളുകളുടെ അവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നമ്മൾ ആളുകൾ കൊണ്ടെടുക്കുക. ഇവിടെ നടത്തുന്ന ഉസ്താദുമാരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. ഒരു അഭിപ്രായമെങ്കിലും ഞാൻ ഇവിടുന്ന പറയുന്നത് നല്ല സ്വഭാവമുള്ളവർ, നിസ്കാരമുള്ളവർ. പക്ഷെ ഇവർക്ക് ഇത് ഇഞ്ചക്ട് ചെയ്ത് അതിന്റെ മേലുള്ള അയാൾക്ക് ഇഞ്ചക്ട് ചെയ്ത് അതിന്റെ മേൽ തുമ്പില്ല. പിന്നെ അവസാനം ഞാൻ പറഞ്ഞ ഹജറുൽ അസ്വദ് കത്തോനാണ് ഇത് ഉണ്ടാക്കിയത്. നമ്മൾ പറയും എന്തൊക്കെ ഉണ്ടാക്കിയ നമ്മളെ വാപ്പമാര്. ഒരൊക്കെ നല്ലവരാ, സംശയമില്ല.
പക്ഷേ ഇത് തുടങ്ങി വെച്ചവർ അപകടകാരികളാണെന്ന് മനസ്സിലാക്കുന്നിടത്തുനിന്നാണ് ഇത് നിർത്താനുള്ള മാനസികാവസ്ഥ നമുക്ക് സൃഷ്ടിക്കപ്പെടുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹനെ ഓർത്തിട്ട്, എന്തുകൊണ്ടാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരെ പറ്റിട്ട് എന്താ പറഞ്ഞത്? അതുപോലെ പേരക്കുട്ടികളിൽ ഹുസൈനെ പറ്റി എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിനെ അച്ചിട്ട പോലെ വരുന്ന പേരക്കുട്ടീനായിരുന്നു. ഫാത്തിമയെ പറ്റി എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ അതേ മുഖം, റസൂലുള്ളാഹിന്റെ അതേ ചിരി, റസൂലുള്ളാഹിന്റെ അതേ നോട്ടം, റസൂലുള്ളാഹിന്റെ അതേ നടത്തം എന്നൊക്കെ ഫാത്തിമ ബീവിയെ പറ്റി പറഞ്ഞു. എന്തേ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജന്മദിനം ആഘോഷിക്കാൻ നമുക്ക് മടി? അള്ളാന്റെ റസൂലിന്റെ മോളല്ലേ, അള്ളാന്റെ റസൂലിന്റെ മോളല്ലേ പ്രിയപ്പെട്ടവരെ? എന്താ മടി? നടക്കൂല. എന്താ പേരക്കുട്ടി ഹസന്റേത് പറ്റാത്തത്? പറ്റൂല. ഹുസൈന്റേത് പറ്റാത്തത് പറ്റൂല. പിന്നെ എന്തേ പ്രിയപ്പെട്ടവർ ഈ ഒന്ന് മാത്രം നമ്മൾ എടുക്കാൻ കാരണം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എത്ര പ്രവാചകന്മാരുണ്ട്. ഇതിലൊക്കെ അവധി പ്രഖ്യാപിച്ചാൽ 365 ദിവസവും നമ്മുടെ ലോകത്ത്, നമ്മുടെ ഈ നാട്ടിൽ അവധി പ്രഖ്യാപിക്കേണ്ടി വരാൻ മാത്രമുള്ള പ്രവാചകന്മാരുള്ളവരാ നമ്മൾ, അല്ലേ? പിന്നെ എന്തിനാണ് ഈ ഇസ്ലാമിൽ ആരും അറിയാത്ത, ആരും ചെയ്യാത്ത ഈ കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്ന നമ്മൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ടവരെ അതിനു മുന്നിൽ വരിക. അത് പറ്റുന്ന കാര്യമാണെങ്കിൽ പ്രവാചകന്റെ സുന്നത്തുകളെ ജീവൻ വെപ്പിച്ചവർ നമ്മൾ തൗഹീദുള്ളവരാണ്. ഒരു സംശയവും വേണ്ട. ശേഷക്കാലത്ത് പലരും അത് കോപ്പി അടിച്ചിട്ടുണ്ടാകും, നമ്മളെക്കാളും ഭംഗിയിൽ ചെയ്തിട്ടുണ്ടാവും, അത് സമ്മതിക്കുന്നു. പക്ഷേ അതിന് തുടക്കമിട്ടവരും പ്രൂഫ് കൊടുത്തവരും അതിനുവേണ്ടിയുള്ള കിതാബുകൾ രചിച്ചവരും പ്രസംഗിച്ചവരും അല്ലേ തൗഹീദ് കൊണ്ടുവന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. പ്രവാചകൻ മഴയില്ലാത്ത കാലത്ത് മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചത് പഠിച്ചപ്പോ മഴയില്ലാത്ത നാട്ടിൽ മഴയ്ക്ക് വേണ്ടി നമസ്കാരം തുടങ്ങിയതാരാണ് പ്രിയപ്പെട്ടവരെ? എല്ലാം പഠിക്കും. ഉംറക്ക് സ്ത്രീകളെ കൊണ്ടുപോകാൻ, ഉംറക്ക് ഇവിടെ നിന്ന് പോകാൻ ആരാ തുടക്കം വെച്ചത്? പഠിക്കും. അറിയാം. ഖുർആനിലുണ്ടെങ്കിൽ സുന്നത്തിലുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ ഒരു മനസ്സങ്കോചവും ഇല്ലാതെ മുന്നിൽ നിൽക്കും. പക്ഷെ ഇതിന് രേഖയില്ല, ഇതിനൊരു തുമ്പുമില്ല. ഇത് തുടങ്ങി വെച്ചോളാണെങ്കിലും നമുക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത പാർട്ടിക്കാരാണ് ഇത് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. സ്നേഹബുദ്ധിയ നിങ്ങളുടെ ഖത്തീബ് എന്ന നിലയിൽ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, അത് വലിയൊരു ബിദ്അത്താണ്. അത് നമ്മളെ കുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു വലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തുകളും വഴികേടിലാണ്. ആ വഴികേടുകൾ നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കും. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الانسان ما لم يعلم ايها الناس اتقوا الله عباد الله اوصيكم واياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ കടന്നു വരുന്ന ആഘോഷങ്ങൾ ഇസ്ലാമികമല്ല എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. ഇത്തരം കാര്യങ്ങളെ നമ്മൾ പ്രതിരോധിക്കുകയും പറ്റില്ല എന്ന് പറയുമ്പോഴും ആളുകൾ പൊതുവെ ന്യായീകരിക്കുന്ന ചിലതുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് മൈക്ക് ഉണ്ടായിരുന്നോ? പ്രവാചകന്റെ കാലത്ത് റസൂൽ ലിഫ്റ്റ് ഉപയോഗിച്ചിരുന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ള AC കിടന്നിരുന്നോ എന്നൊക്കെ ആളുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ, ന്യായാണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. സഹോദരങ്ങളെ, ഇബാദാത്തും മുആമലാത്തും എന്ന് പറഞ്ഞിട്ട് രണ്ട് സാധനങ്ങളുണ്ട്. ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു റസൂൽ പറഞ്ഞിരണം, അതിന് ഷർത്തുകളുണ്ട്, അതിന് സുന്നത്തുകളുണ്ട്, അതിന് പുണ്യങ്ങളുണ്ട്, കൂലികൾ പറഞ്ഞിട്ടുണ്ട്. അത് ചിലത് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷകൾ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇബാദത്തുകൾ. അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളുടെ ഒരു ഐഡിയോളജിക്കും അവിടെ ഒരു സ്ഥാനവുമില്ല. മുആമലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ലാത്ത, മനസ്സിലായില്ലേ? ഇവിടെ കള്ളിക്കുപ്പായിട്ടോരും പുള്ളിക്കുപ്പായിട്ടോരും പ്ലെയിൻ ഷർട്ട് ഇട്ടോരും ഇല്ലേ? മൂന്നാക്കും 3 കൂലിയാണോ? നിങ്ങൾ ആലോചിക്കല്ലരും. കൈ തരച്ചു വെച്ചോരും നിർത്തി വെച്ചോരും ഇല്ലേ? പാന്റ് ഇട്ടോരും തുണി ഇട്ടോരും ഇല്ലേ? ഇത് മുആമലാത്താണ്. അത് നമ്മളെ ഇഷ്ടമാണ്. ഇവിടെ ലൈറ്റ് ഇടണോ ഇടണ്ടേ, ഫാൻ ഇടണോ ഇടണ്ടേ, AC ആക്കിയാൽ മതിയോ വേണ്ടേ? അത് മുആമലാത്താണ്. അത് ദീനും ഇബാദത്തുമായിട്ട് അതിന് ബന്ധമില്ല. മുആമലാത്തുകളെ ഇബാദത്തിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം സൂക്ഷ്മതയോടുകൂടി എന്നതല്ലാതെ ഇബാദത്തായിട്ട് ഇതിനെയൊന്നും നിങ്ങൾ എണ്ണാൻ പാടില്ല. ലൈറ്റ് ഇട്ട കൂലി ഉണ്ടെങ്കിൽ നമ്മൾ 10,000 ലിറ്റ് കത്തിക്കൂലേ? 10,000 ലിറ്റ് കത്തിച്ച കുറ്റാണ്. അതായത് എന്നിട്ട് എന്ത് ചെയ്യും? ഇതൊക്കെ പറ്റിയിരുന്നോ? റെക്കോർഡിംഗ് അന്ന് ഉണ്ടായിരുന്നോ? ഇങ്ങനത്തെ ന്യായങ്ങൾ പറഞ്ഞിട്ട് വാളിന്റെ 2.5 മണിക്കൂർ കൂടി തീർക്കുക ചെയ്യാം. യഥാർത്ഥത്തിൽ നമുക്ക് സംശയമുള്ള ഒരു സംഗതിയെ ഒരു മുസ്ലിം, ഒരു ബുദ്ധിമാനായ മനുഷ്യൻ സംശയലേശമന്യേ ഒരു കാര്യം എടുക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ മാറ്റി നിർത്തുക എന്ന പരമാവധിയുള്ള ഒരു ഭാഗമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ കടന്നു വരണ്ടേ. അങ്ങനെ ഒരു നിലപാടിലേക്കെങ്കിലും അയാൾ കടന്നു വരേണ്ടതില്ലേ പ്രിയപ്പെട്ടവരെ? മാറ്റി നിർത്തുക. കാരണം എന്താ? കൊല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു വലാല. ഇതൊന്നും ബിദ്അത്തല്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരൊറ്റ ചോദ്യം, ലോകത്തെ ഏതാ പിന്നെ ബിദ്അത്ത്? പിന്നെ ബിദ്അത്തുണ്ടോ?
ഇങ്ങനത്തെ ഒന്നും റസൂലുള്ള ചെയ്യാത്ത, റസൂലുള്ള പഠിപ്പിക്കാത്ത, പ്രവാചകന്റെ അനുചരന്മാർ കണ്ടിട്ടില്ലാത്ത, ഞാൻ നേരത്തെ എണ്ണിയില്ലേ എത്ര സഹാബാക്കളാണ് പ്രിയപ്പെട്ടവരെ, എത്ര ഖലീഫമാരാണ് അതിനുശേഷം ജീവിച്ച ആളുകൾ, എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവർ. അബൂബക്കർ സിദ്ദീഖ് ഹിജ്റ 13 പിന്നെ മരണപ്പെട്ടത്, ഉമർ ഖത്താബ് ഹിജ്റ 23, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 35, അലി ഇബ്നു അബി ത്വാലിബ് 40, ഇബ്നു ഉമർ 73, ഇമാം അബൂ ഹനീഫ 150, ഇമാം മാലിക് റഹിമഹുല്ലാ 179, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ 204, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ 241. ഇവരൊന്നും കണ്ടിട്ടില്ല, ഇവരൊന്നും കാണാം. ഇനി മാത്രവുമല്ല, ഈ പറഞ്ഞ ആഘോഷങ്ങൾക്കിടയിലുള്ള മൗലിദികളിലൊക്കെ ഉള്ള വരികളിൽ എന്തൊക്കെയാണുള്ളത് സഹോദരങ്ങളെ? പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, റസൂലുള്ളാഹിനെ ഏൽപ്പിക്കുകയാണ്. റസൂലുള്ളാഹിയാണ് ഇതൊക്കെ ചെയ്യേണ്ട ആളെന്നും ചെയ്ത ആളെന്നും ചെയ്യുന്ന ആളെന്നും പ്രവാചകൻ വിചാരിച്ച നമ്മൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം റസൂലിലേക്ക് വെച്ച് കെട്ടിയിട്ട് പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് മൗലിദികളുടെ വരികൾ പോവുകയാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, നമ്മുടെ നാടുകളിൽ, വീടുകളിൽ, പല പള്ളികളിലും കയറുമ്പോൾ മുമ്പിൽ മുസാഫ് പോലും കാണുന്നില്ല. മുസാഫ് നോക്കിയ മുസാഫില്ല, മുസാഫിനെക്കാട്ടും പോലീസുള്ള സ്ഥലത്തേക്ക് ടവലിൽ പോയിട്ട് സ്പ്രേ അടിച്ചിട്ട് മാലോണ്ട് ചുറ്റിട്ട് ലൈറ്റും കത്തിച്ചിട്ട് വെച്ചിരിക്കുക ഈ സാധനം, ചന്ദനത്തിരിയും കത്തിച്ചിട്ട് അല്ലേ. അങ്ങനെ പലതരം വക ഏടുകൾ. ഈ ഏടുകൾ ആരാണ് രചിച്ചതെന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് സംശയമുള്ള പള്ളികളിലെ ഉസ്താദുമാരോട് വ്യത്യസ്ത വാള്യങ്ങൾ ആരെഴുതിയതാണെന്ന് ചോദിച്ചാൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. 2, 3, 4 ആളുകളെ പേരെ പറയും. ബാക്കിയുള്ള വാള്യങ്ങൾക്കൊന്നും തുമ്പുമില്ല വാലുമില്ല പ്രിയപ്പെട്ടവരെ. അത്രയും അവസ്ഥയാണ്. ഈ പറയപ്പെട്ട ആളാരാ? ഈ അടുത്ത കാലത്ത് ജീവിച്ച ഏതെങ്കിലും നാട്ടിൽ ഉസ്താദായിരിക്കും. ഇത്രയും അപകടകരമായ സാധനം. ഇതിന്റെ പ്രശ്നം എവിടെയാണെന്നറിയോ? ഇതെങ്ങനെ ഇത് വളർന്നു വന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഞങ്ങളിതാ പച്ച മലയാളത്തിലാണ് ഫത്വ പറയുന്നത്. കാരണം എന്താ? പിന്നെ യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ് റസൂൽ ഖുത്ബനെ പറ്റിയിട്ട് പറഞ്ഞു. ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ ഓർമ്മപ്പെടുത്തി കൊടുക്കും അല്ലേ? എന്റെ ശ്രോതാക്കൾ മലയാളികളാണ് കൂടുതൽ, അതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ പറയാം. എല്ലാ തൗഹീദുള്ളവരും മലയാളത്തിലാണോ പറയുന്നത്? അല്ല, അറബുകൾ ശ്രോതാക്കളാകുമ്പോൾ അറബ് ഭാഷയിലേക്ക് പറയാം അല്ലേ? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു റസൂലിനെയും അയച്ചിട്ടില്ല ഇല്ലാ ബിലിസാനി ഖൗമിഹി, ആ സമുദായത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവനായിട്ടല്ലാതെ. എല്ലാവരുടെ ധാരണ എല്ലാ പ്രവാചകന്മാരും അറബി സംസാരിച്ചോളാം. 10-ൽ താഴെ അല്ലെങ്കിൽ 5-ൽ താഴെ ആളുകൾ അറബി സംസാരിച്ചിട്ടുള്ളൂ. നമ്മൾ പരിശോധിച്ചോളി. ഇതൊന്നും ആർക്കും അറിയില്ല. കാരണം എന്താ? ഒരു ശ്രോതാക്കളായി വരുന്ന ആളുകൾ ഇങ്ങനെ ഇരിക്കും. ചില ആളുകൾ ഫോണിൽ കളിക്കും, ചില ആളുകൾ തീപ്പെട്ടി ചുട്ടും, ചില ആളുകൾ തോണ്ടിക്കളിക്കും, ചില ആളുകൾ കിടന്നുറങ്ങും. മറ്റേതെന്ത് ചെയ്യും? എല്ലാ കാലത്തും നടക്കുന്ന ഒരു പ്രക്രിയ പോലെ ഒരു വടി ചെത്തിക്കൂർപ്പിച്ച് വജ്രക്കള്ളാസ് ഒട്ടിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ആ കിതാബ് നോക്കിയിട്ട് പറയും. അദ്ദേഹം പോലും ചിലപ്പോൾ അറിയില്ലായിരിക്കും ഇതിലെന്താ പറഞ്ഞത്. അങ്ങനെ പറയും. എന്ത് വികാരമുള്ളത്? ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളോട് ചോദിക്കുക, ഇന്നെന്താ വിഷയം ഖുതുബയിൽ? നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ. മറ്റുള്ള പള്ളികളിൽ, നിങ്ങൾക്ക് അറിയാത്ത ഭാഷയിൽ പറയുന്ന പള്ളികളിൽ പോയാൽ എന്താ കാര്യം? എന്താ നമുക്ക് ലഭിക്കുന്നത്? എന്ത് മാറ്റാൻ നമുക്കുണ്ടാകുന്നത്? ഇന്നത്തെ ദിവസം ഇത് ചർച്ച ചെയ്യാനെങ്കിലും നിങ്ങൾക്ക് കാരണമായത് നിങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു ഭാഷയിൽ ഞാനത് പറഞ്ഞത് കൊണ്ടല്ലേ? അങ്ങനെ ഒരു വികാരം പോലും ഇല്ലാത്ത ആളുകൾക്ക് ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ആചാരമായിട്ട് ഇങ്ങനെ മാറുക എന്നല്ലാതെ അവരെ ധ്വനിപ്പിക്കാൻ, അവരെ മസ്തിഷ്കത്തിൽ അത് പിടിപ്പിക്കാൻ പോലും ഈ ആളുകൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ബിദ്അത്തും കടന്നു വരാതെ നമ്മൾ സൂക്ഷിക്കുക. ആരോടും നമുക്ക് വെറുപ്പില്ല, എല്ലാവരോടും സ്നേഹമേയുള്ളൂ. ഒരു ഡോക്ടർ നമ്മുടെ ശരീരം കീറി മുറിക്കുന്നത് നമ്മളെ രക്ഷപ്പെടുത്താനാണ്. ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നത് നമ്മളെ രക്ഷപ്പെടുത്താനാണ്. ഒരു ഖതീബ് പച്ചയായി നിങ്ങൾക്ക് ചില തെളിവുകൾ പറയുന്നത് നിങ്ങൾ ഈ തിന്മയിൽ നിന്നും കൂടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഗുണകാംക്ഷയായിരിക്കണം നിങ്ങളുടെ മസ്തിഷ്കത്തിൽ നിന്ന് തങ്ങി നിൽക്കേണ്ടത് എന്നും കൂടി പറഞ്ഞ് ഞാൻ ഖുതുബ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ലത് തിരിച്ചറിയാനുള്ള ബുദ്ധി നൽകുമാറാവട്ടെ. പരിശോധിക്കാനും പഠിക്കാനും ഗവേഷണം നടത്താനും നിരീക്ഷണം നടത്താനും സാമാന്യവൽക്കരണം നടത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാഹചര്യം ഒരുക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് പ്രിയപ്പെട്ടവർ. കഴിഞ്ഞ ദിവസവും മരണപ്പെട്ടു, ഇന്നലെയും മരണപ്പെട്ടു, കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു. എന്റെ പിതാവടക്കമുള്ള നിരവധി നമ്മുടെ പ്രവർത്തകന്മാരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഖബറിടത്തിലാണ്. എന്താണ് അവരുടെ അവസ്ഥ എന്ന് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ഉത്തരം പറയാൻ കഴിയുന്നവരിൽ അല്ലാഹു അവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സ്വർഗത്തിലേക്കുള്ള വിഹായിസ്, സ്വർഗത്തിലേക്കുള്ള പാതേയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കരുതി കൊടുക്കുമാറാവട്ടെ. നാളെ മഹ്ശറിൽ വിജയിക്കുന്ന കക്ഷികളിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ
മക്കളെയും മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യയെയും നമ്മുടെ ഭർത്താവിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന വ നഊദു ബിക മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.